ഒടുക്കത്തെ പബ്ജികൾ രാവിലെ തുടങ്ങിയോ? ഇനി നമ്മൾ എന്തോ ചെയ്യും? ഇനി എന്തോ ചെയ്യാനാ? ഇവന്റെ ഒടുക്കത്തെ പബ്ജി കളിയാണ് നാട്ടുകാർ പ്രാന്താന്ന് പറഞ്ഞപ്പോൾ ആദ്യത്തെ വീട് വെച്ചിട്ട് ഇങ്ങോട്ട് വന്ന് ഇവിടെ വന്നപ്പോൾ ഇവർ ഒരു പണിക്ക് പോകാതെ പബ്ജി കളിയാ. അവനെ കോഴ്സ് പോലും കംപ്ലീറ്റ് ചെയ്യുന്നില്ല, അറിയാമോ? ഇങ്ങനെ പോയി കഴിഞ്ഞാൽ എന്നെ ചെയ്യും. അവൻ പപ്പേക്കാരും പ്രധാന പബ്ജിയാ. ഇപ്പൊ ഞാൻ ഇവന്റെ ഒറ്റ പബ്ജി കാരണം ഉണ്ടല്ലോ, ഞാനിപ്പോ മുളക് വെച്ച് ഒരു കടപ്പിൽ പഠിച്ച് തിന്നാറില്ല, അറിയാമോ? അവന്റെ സാറാ. ഹലോ സാറേ. ആ ശരി സാറേ, പറയാം. സാറ് വിളിച്ചിട്ട് അവൻ ഫോൺ എടുക്കുന്നില്ല. സാറ് എന്നെ വിളിച്ചതാ. നിന്റെ സാറ് വിളിച്ചു, ഞാൻ എന്നാ പറയണ്ടേ? സാറ് പറഞ്ഞ എന്നാന്നറിയാവോ? നീ അങ്ങോട്ട് പഠിക്കാൻ ചെന്നില്ല, സാർ ഇങ്ങോട്ട് വന്ന് പഠിപ്പിക്കാവുന്നു. അമ്മ പട്ടി ഇറക്കിയടാ, പട്ടി ഇറക്കി. എടാ ഞാൻ ഇനി സാറിന് മുന്നിൽ എന്ത് സമാധാനം പറയും? കമന്ന് കിടന്ന് എഴുതാൻ പറ. നമ്മൾ ഇനി എന്തോ ചെയ്യും ഇവന്റെ ഈ കാര്യത്തിൽ? 25 വയസ്സായവനെ ഒരു പണിക്കും പോകാതെ കോഴ്സും പൂർത്തിയാക്കാതെ ഇരിക്കുന്നത് കണ്ടിട്ടോ സ്വന്തം തന്തയോട് കിടന്ന് എഴയാനായിട്ട്. നീ വാടി. എന്നാ ചെയ്യുമെന്നൊന്ന് പറഞ്ഞതാ, എന്തെങ്കിലും പരിഹാരം വേണമല്ലോ. ഞാനൊരു പരിഹാരം കണ്ടിട്ടുണ്ട്. നമ്മുടെ കൊട്ടേഷൻ വന്ന മോനായില്ലേ, മോനായിട്ട് ഞാൻ ഇങ്ങോട്ടൊന്ന് വരാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ മോനായി പറഞ്ഞ എന്നാന്നറിയാവോ? അവന് തിരക്ക്, അവന് വരാൻ പറ്റത്തില്ല, വേറെ രണ്ടുപേരെ പറഞ്ഞു വിടാമെന്ന് പറഞ്ഞു. അതെ, കൊട്ടേഷൻ ഒക്കെ കൊടുക്കുന്ന കൊള്ളാം. എന്റെ കൊച്ചിന്റെ ദേഹത്ത് കൈ വെക്കരുതെന്ന് പറഞ്ഞു. ദേഹത്ത് കൈ വെച്ചാലും കൊള്ളാം, കൊച്ചില്ലാലും കൊള്ളില്ല. അവന്റെ ഒടുക്കത്തെ പബ്ജികളി ഒന്ന് മൊബൈലും പിടിച്ചു പഠിക്കണം, അത്രേ ഉള്ളൂ. അവരിങ്ങോട്ട് വരട്ടെ. വെള്ളം എടുത്തോട്ടോ കുടിക്കാൻ. പാടി. ഓ, വെള്ളം എടുത്ത് തരാം. അവനെവിടെ പോയി?